പ്രധാനമന്ത്രി കാണാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും ബി.ജെ.പി കൗൺസിലർമാരും രാജ്യതലസ്ഥാനത്തേക്ക് തിരിച്ചു. വ്യാഴാഴ്ചയാണ് കൂടിക്കാഴ്ച. വ്യക്തിഗത കാരണങ്ങളാൽ യാത്രയിൽ നിന്നും വിട്ടുനിൽക്കുന്നുവെന്ന് കൗൺസിലർമാരായ ആർ ശ്രീലേഖയും എം.ആർ. ഗോപനും വ്യക്തമാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായത് ബി.ജെ.പി കേരള ഘടകത്തിന് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുവേദികളിൽ കേരളത്തിലെ വിജയത്തെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നാഴികക്കല്ലായ വിജയത്തിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മേയറെയും കൗൺസിലർമാരെയും ഡൽഹിയിലേക്ക് ക്ഷണിക്കുന്നത്. കൂടിക്കാഴ്ച നടത്തുന്നതിലൂടെ തിരുവനന്തപുരത്തിനും കേരളത്തിനും അനവധി ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കോർപ്പറേഷൻ മേയർ വി രാജേഷ് പങ്കുവച്ചു. പരമാവധി നമ്മുടെ കോർപ്പറേഷന് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ലഭിക്കും, പ്രയോജനപ്പെടും എന്നുള്ള തരത്തിലുള്ള ഒരു പഠനവും പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരോടൊപ്പം ഇടപെടുമ്പോഴേക്കും പാർലമെന്ററി രംഗത്ത് ഏതു തരത്തിലാണ് ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് യാത്ര. കേരള എക്സ്പ്രസിലാണ് കൗൺസിലർമാർ യാത്ര തിരിച്ചത്. യാത്രയിൽ നിന്നും ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ വിട്ടുനിന്നത് വിവാദമായതിന് പിന്നാലെ വിശദീകരണവുമായി കൗൺസിലർ രംഗത്തെത്തി. ഈ പ്രായത്തിൽ കേരള എക്സ്പ്രസിൽ ഒരു യാത്ര നടത്താൻ പ്രയാസമാണെന്ന് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ശ്രീലേഖ വ്യക്തമാക്കുന്നു. കേരള എക്സ്പ്രസിൽ കയറി പലയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് കൗൺസിലർമാരുടെ ഡൽഹി യാത്ര. 13-ന് മടങ്ങിയെത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.